ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ഞങ്ങളുടെ അച്ഛമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കർക്കിടക കഞ്ഞി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അച്ഛമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് പച്ചിലമരുന്നുകൾ ചേർത്താണ് ഈ ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അച്ഛമ്മ തന്നെ പറഞ്ഞു തന്ന ഓരോ പച്ചിലമരുന്നിൻ്റെയും പേര് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓരോ നാട്ടിലും ഓരോ തരത്തിലായിരിക്കും പറയുന്നത്. ഈ ഒരു പച്ചിലമരുന്നിന് ഒരില എന്ന് പറയും. ഇത് നന്നാരിയാണ്. കഞ്ഞിയിലേക്ക് നമ്മൾ ഇതിൻ്റെ വേരാണ് എടുക്കുന്നത്. ഇത് കരിങ്കുറിഞ്ഞിയാണ്. മേലുവേദനയ്ക്കൊക്കെ വളരെ നല്ലൊരു ഔഷധ ചെടിയാണ്. ഈ ഒരു പച്ചിലമരുന്നിനെ കൊട്ടേൻ്റെല എന്ന് പറയും. ഇതിനെ കാട്ടപ്പ എന്ന് പറയും. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഔഷധ ചെടിക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇത് കഞ്ഞിയിലേക്ക് ചേർക്കും. ഈ ഒരു പച്ചിലമരുന്നിന് വയറുവള്ളി എന്നാണ് പറയുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് പരിവള്ളിയാണ്. ഇത് ഇല്ലിത്തൂമ്പാണ്, മുളയുടെയൊക്കെ ഇല്ലിത്തൂമ്പ്. ഇത് ആശാരിപ്പുളിയാണ്. ചർമ്മരോഗത്തിനൊക്കെ ആശാരിപ്പുളി വളരെ നല്ലതാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പച്ചച്ചീര. ഇത് നമ്മൾ സാധാരണ കറിക്കൊക്കെ എടുക്കുന്ന ചുവന്ന ചീര. ഇത് കഞ്ഞിക്കൂർക്കളാണ്. പനീർ കൂക്ക എന്നും പറയും. പനിക്കും ചുമയ്ക്കും അതുപോലെ തന്നെ കഫക്കെട്ടിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് കീഴാർനെല്ലിയാണ്. രക്തശുദ്ധിക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ എല്ലാം വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ തുളസിയാണ്. ഇത് തുമ്പയാണ്. അലർജി, ചൊറിച്ചിൽ ഇതിനൊക്കെ നല്ലതാണ്. ഇതൊരു തരം ചീരയാണ്. കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ചീര എടുക്കാറുണ്ട്. ഈ ഒരു പച്ചിലമരുന്നിൻ്റെ പേര് വട്ടപ്പേരു എന്നാണ്. ഇത് പൂച്ചെടിയുടെ ഇലയാണ്. ഇതാണ് നെയ്ക്കുനുപ്പ. ഇത് മൂവിലയാണ്. ഹൃദ്രോഗത്തിനൊക്കെ ഇത് നല്ലതാണ്. ഇതിനെ ഊരകത്തിൻ്റെ ഇല എന്ന് പറയും. ഇതെല്ലാവരുടെയും വീട്ടിലുള്ള മുരിങ്ങയിലയാണ്. ഇത് ചേനയില. ഇത് വെള്ളത്തണ്ട്, മഷിത്തണ്ട് എന്നൊക്കെ ഇതിനെ പറയും. ഇതിനെ കരിനെച്ചി എന്ന് പറയും. വേദനയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് ചെറുചേമ്പിൻ്റെ ഇലയാണ്. ഇത് വെള്ളിലയാണ്. ഇത് കറുകയിലയാണ്. ചൊറിക്കൊക്കെ നല്ലതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന വാളൻപുളിയുടെ ഇലയാണ്. ഇത് കോവയ്ക്കയുടെ ഇല. ഇതിനെ കൊളപ്പരത്തി എന്ന് പറയും. ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഇലയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണിത്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് അമൽപരി ഇലയാണ്. ഇത് കുറുന്തോട്ടിയാണ്. വാതത്തിനും വേദനയ്ക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് കറിവേപ്പില. ഇതെല്ലാവർക്കും അറിയാവുന്ന ബ്രഹ്മിയാണ്. ബുദ്ധി വളർച്ചയ്ക്കും തലമുടിക്കൊക്കെ നല്ലതാണ് ബ്രഹ്മി. ഇതിനെ ചുവന്ന അമൽപരി എന്ന് പറയും. ഇതൊരു തരം തെച്ചിയുടെ ഇലയാണ്. ഇതാണ് ചിറ്റാമൃത്. ദഹന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ചിറ്റാമൃത്. ഇത് പൂവാങ്കുറുന്നിലയാണ്. രക്തശുദ്ധിക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണിത്. ഇതിനെ ചെന്തൂരിയില എന്ന് പറയും. ഇത് കുമ്പളത്തിൻ്റെ ഇലയാണ്. ഇത് അമ്പാഴങ്ങയുടെ ഇല.
ഇത് ചെറുളയാണ്. കിഡ്നി സ്റ്റോണിനും നീരിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇതിനെ പനച്ചീക്കത്തിൻ്റെ ഇല എന്ന് പറയും. ഇത് തിരുതാളിയാണ്. തിരുതാളി അല്ലെങ്കിൽ ചെറുതാളി എന്നൊക്കെ ഇതിനെ പറയും. ഇത് ചെറു എർലാടിയാണ്. ഇതിനെ എച്ചൂരിയില എന്ന് പറയും. ഇത് പുത്തിരിച്ചുണ്ടയുടെ വേരാണ് നമ്മൾ കഞ്ഞിയിലേക്ക് എടുക്കുന്നത്. ഇത് മുത്തിൽ. ഇതിനെ വലിയ എർലാടി എന്ന് പറയും. ഇത് ചെറുനാരങ്ങയില. ഇത് കൃഷ്ണ തുളസി. ഇത് കഞ്ഞിത്തൂവയാണ്. ഇത് ചെമ്പരത്തിയില. ഇതിനെ കോഴിക്കാൽ എന്ന് പറയും. ഇത് പരവേൻ്റെ ഇല. ഇത് കൊടിയാവണക്ക്. ഇത് വള്ളിച്ചീരയാണ്. ഇത് നിലംപരണ്ട. ഇത് തൊട്ടാൽവാടി. ഇതാണ് തവിഴാമ. ഇത് മത്തൻ്റെ ഇലയാണ്. ഇതിനെ തൃച്ചിയില എന്ന് പറയും. ഇത് ആടലോടകം. കഫക്കെട്ടിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് മുക്കുറ്റി. ഇത് പുതിനയില. മല്ലിയിലയാണിത്. ഇത് പയറിൻ്റെ ഇല. ഇത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് നല്ല കയ്പുള്ള ഒന്നായതുകൊണ്ട് തന്നെ കുറച്ച് കഞ്ഞിയിൽ ചേർത്താൽ മതിയാവും. ഇതിനെ കർലകം എന്ന് പറയും. ഇത് മാവിൻ തൂമ്പാണ്. ഇതിനെ മുയൽച്ചെവി എന്ന് പറയും. ഈ പറഞ്ഞ പച്ചില മരുന്നുകളിൽ നിന്നും ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ കയ്പുള്ളത് കുറച്ച് കുറവായിട്ട് വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ കഞ്ഞി കൂടുതൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ നീരെടുക്കണം. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതും കൂടി അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നാരിലേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഞെരടിയെടുക്കാം. ഇതിന് നമുക്ക് വീണ്ടും അരിച്ചെടുക്കാം. മുഴുവനായിട്ട് നീര് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇനി കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. വെള്ളം നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1.5 കപ്പ് അരി ഇട്ട് കൊടുക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പെട്ടെന്ന് വേവുന്ന പുഴുങ്ങലരി വെച്ചാണ് ഞാനിവിടെ കഞ്ഞി ഉണ്ടാക്കുന്നത്. ഏത് പുഴുങ്ങലരി വെച്ചും നമുക്ക് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. അരിയിലേക്ക് നമുക്ക് 2 ചക്കക്കുരു തൊലി കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവയും ഓരോ ടീസ്പൂൺ വീതം ചെറുപയറും മുതിരയും മമ്പയറും കടലയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അരി കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളകിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 6 അല്ലി വെളുത്തുള്ളിയും 4 ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കൂവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ ഞാൻ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്കായോ എന്ന് നോക്കാം. റൈസ് ഇവിടെ ആയി വരുന്നേ ഉള്ളൂ. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ നാൽപ്പാമരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അരിയിലേക്ക് ഒരു അരിപ്പയിലൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പച്ചമരുന്നിൻ്റെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. പച്ചമരുന്ന് ചേർത്തതിന് ശേഷം ഇതൊരു 5-6 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. പച്ചമരുന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയെടുത്ത് വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കഞ്ഞിക്ക് കട്ടി കൂടുതലാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. കഞ്ഞി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കിട്ടാവുന്ന പച്ചില മരുന്ന് വെച്ച് എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.